ഗ്ലോബൽ മാർക്കറ്റ് ദുർബലമായതിനെ തുടർന്ന് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. ഇൻട്രാഡേയിൽ ഇൻഡെക്സ് 3% ഇടിഞ്ഞു. നിഫ്റ്റി ഇന്ന് 2.68% ഇടിഞ്ഞ് 24,055-ലും സെൻസെക്സ് 2.74% ഇടിഞ്ഞ് 78,759-ലുമാണ് ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പരിശോധിച്ചാൽ നിഫ്റ്റി കുറേ നാളുകൾക്ക് ശേഷം 20-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുകയും നിഫ്റ്റിയിൽ ഒരു ലോങ് ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് വരും സമയങ്ങളിൽ നിഫ്റ്റി ബിയറിഷ് ട്രെൻഡിലേക്ക് മാറാനുള്ള സൂചനയായിട്ടാണ് കൊട്ടക് സെക്യൂരിറ്റീസിൻ്റെ അനലിസ്റ്റ് വിലയിരുത്തുന്നത്. ഓവറോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. പ്രധാന ഇൻഡിസസുകളെല്ലാം നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. 12 ഇൻഡിസസുകൾ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ മിഡ് ക്യാപ് ഇൻഡെക്സ് 3.6%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 4.21% ഇടിഞ്ഞു. ഓവറോൾ മാർക്കറ്റ് ബ്രെഡ്ത്ത് പരിശോധിച്ചാൽ 3408 സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും 670 സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 111 സ്റ്റോക്കുകളിൽ മാറ്റമില്ലാത്ത അവസ്ഥയുമാണ്. ഇനി മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഏറ്റവും പ്രധാന കാരണം വെസ്റ്റ് ഏഷ്യയിലെ പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ ഉയർന്നു വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സാഹചര്യം വാർ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അമേരിക്ക മുൻകൂർ വാണിംഗും നൽകി കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റുകളിൽ പ്രത്യേകിച്ചും ഇക്വിറ്റീസിൽ ഒരു സെൽ ഓഫ് പ്രഷർ പ്രകടമായി. കൂടാതെ അമേരിക്കയിൽ ദീർഘകാലം ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ റിസഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് ചില എക്കോണമിക് ഡേറ്റകൾ സൂചന നൽകുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസവും അമേരിക്കൻ ഇൻഡിസസുകളിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. നാസ്ഡാക്ക് കഴിഞ്ഞ ദിവസം 2.43%, S&P കഴിഞ്ഞ ദിവസം 1.81% ഇടിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ജപ്പാൻ്റെ മാർക്കറ്റിൽ ഇക്വിറ്റീസിൻ്റെ ഹെവി സെൽ ഓഫിൻ്റെ പശ്ചാത്തലത്തിൽ ജപ്പാൻ്റെ ഇൻഡെക്സ് 4% ഇടിഞ്ഞു. അമേരിക്കയുടെ ട്രഷറി ഈൽഡിലും ഇടിവ് പ്രകടമായി. ഇൻവെസ്റ്റേഴ്സ് ഇക്വിറ്റീസ് സെൽ ചെയ്ത് ബോണ്ട് മാർക്കറ്റിലേക്ക് മാറുന്നു എന്നുള്ളൊരു സൂചനയും ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് മാർക്കറ്റിൽ ഈ ഹെവി സെൽ ഓഫ് വന്ന സാഹചര്യത്തിൽ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നൽകുന്ന ചില കൺസിസ്റ്റൻ്റ് കോമ്പൗണ്ടർ കാറ്റഗറിയിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ഇന്ന് 4% ഇടിഞ്ഞ് 1500 രൂപയ്ക്കടുത്ത് എത്തിക്കഴിഞ്ഞു. വരുൺ ബിവറേജിൻ്റെ വാല്യൂഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വാല്യൂഷനിൽ മികച്ച ഡിസ്കൗണ്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പലപ്പോഴും വരുൺ ബിവറേജിൻ്റെ വാല്യൂഷൻ 100-നും 90-നും അടുത്തായിരിക്കും. ഇപ്പോൾ കമ്പനിയുടെ വാല്യൂഷൻ 80.76 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ 52 വീക്ക് ഹൈ 1700, 52 വീക്ക് ലോ 802. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്കിൽ ഇപ്പോൾ ഡിസ്കൗണ്ട് സെല്ലിംഗ് ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോക്കിനെ ഇപ്പോൾ ഡിസ്കൗണ്ടിൽ വാങ്ങാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. മുമ്പ് 1500 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 1700 വരെ ഉയർന്നിരുന്നു. ഇപ്പോൾ വീണ്ടും 1500 എന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 1500, 1450 തുടങ്ങിയ റേഞ്ചുകളിൽ നടത്താവുന്നതാണ്. ഇനി 1450 എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്ക് 1300 വരെ ഇടിയാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് KEA ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ മികച്ച പെർഫോമൻസ് നടത്തിയ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ് KEA ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 13% ഇടിഞ്ഞു. 5000 രൂപയുടെ സ്റ്റോക്ക് 4058 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 4000 KEA ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് അതിൻ്റെ 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്കും എത്തിയിട്ടുണ്ട്. KEA ഇൻഡസ്ട്രീസിൻ്റെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ടെക്നിക്കൽ ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് വളരെ റെയറായിട്ട് മാത്രമേ 100-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്ക് എത്തിയിരുന്നുള്ളൂ. ഇവിടെ സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് പ്രൈസിലേക്ക് എത്തിയതുകൊണ്ട്, കൂടാതെ 4000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട് ആയതുകൊണ്ട് KEA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് KEA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും പരിഗണിക്കാവുന്നതാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് 1783 കോടിയിൽ നിന്നും 2060 കോടിയിലേക്ക് ഉയർന്നെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ സെയിൽസ് 2319 കോടിയിൽ നിന്നും 2060 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 11% നിന്നും 10% ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 169 കോടിയിൽ നിന്നും 150 കോടിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ROE 20.3, ROCE 27.2.
3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 29%, ROE 20%-നടുത്ത് 3130 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 166 കോടി രൂപയുടെ കടമാണുള്ളത്. KEA ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കും സൈക്കോളജിക്കൽ സപ്പോർട്ടിനടുത്ത് ലഭിക്കുന്നു. 3900 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ സ്റ്റോക്ക് 3500 വരെയും അതിനുശേഷം 3000 എന്ന ലെവൽ വിലയും ഇടിയാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.